അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു നമുക്ക് ഇറക്കി തന്നിരിക്കുകയാണ്. ഒരു മുസ്ലിമിനെ കണ്ടുപഠിക്കുവാൻ, ഒരു മുസ്ലിമെ ഈ ഖുർആൻ പറയുന്നത് പോലെ വേണം ഒരു മുസ്ലിം ജീവിക്കാൻ. ആ ഖുർആൻ പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കുന്നവനാണ് ഞാൻ സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ പോലും ഓർമ്മപ്പെടുത്തുമ്പോ അല്ലാഹു ഒരു ഗ്രന്ഥം ഇറക്കി തന്നിട്ട് നിങ്ങളെല്ലാം വായിച്ചു പഠിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു പറഞ്ഞില്ല. ഒരു ഗ്രന്ഥം വിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഇറക്കി തന്നിട്ട് ഈ ഗ്രന്ഥം വായിച്ചു പഠിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു പറഞ്ഞില്ല. പടച്ച റബ്ബേ, ആ വിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാൻ തൗറാത്തും ഇഞ്ചീലും സബൂറും എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ, ഈ ഖുർആൻ അനുസരിച്ച് കൊണ്ട്, ഈ കിതാബുകൾ അനുസരിച്ച് കൊണ്ട് ഒരു മനുഷ്യന് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു തരാനല്ല, പഠിപ്പിച്ചു തരാനല്ല, സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തരുന്നതിന് വേണ്ടി 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ മുർസലീങ്ങൾ അല്ലാഹു ലോകത്തേക്ക് ഇറക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഇറക്കി തന്നിട്ട് ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാൻ, കാണിച്ചു തരാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നമുക്ക് പ്രവാചകനാക്കി തെരഞ്ഞെടുത്തു തന്നല്ലോ. ആ പ്രവാചകന്റെ 23 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് ഒരു മുസ്ലിം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് ഖുർആൻ പറയുന്ന ജീവിതം എങ്ങനെയാണ്, അല്ലാഹുവിന്റെ ദീൻ പറയുന്ന ജീവിതം എങ്ങനെയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വന്തം ജീവിതം കൊണ്ടവിടെന്ന് കാണിച്ചു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് ചോദിക്കുന്നു, ആയിഷ, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു ആയിഷ? ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ അവന്റെ മാതാപിതാക്കളോട് ചോദിച്ചാൽ അറിയില്ല, അതാ കൂടപ്പിറപ്പുകളോട് ചോദിച്ചാൽ എല്ലാം അറിയില്ല. പടച്ചവനെ, കൂട്ടുകാരോടും കുടുംബക്കാരോടും ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയില്ല. ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്, അവന്റെ പോരായ്മകൾ എന്താണ്, അവന്റെ ന്യൂനതകൾ എന്താണ്, അതറിയണമെങ്കിൽ ആരോട് ചോദിക്കണമെന്നറിയുമോ? പാതിരാത്രി അവന്റെ കൂടെ കിടപ്പറയിൽ ഒരു പുതപ്പിന്റെ കീഴിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയോട് ചോദിച്ചാൽ അറിയാം ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന്. ഈ നിരന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയാ. നാട്ടുകാരോട് ചോദിച്ചാ പോരാ, രാത്രി കൂടെ കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കണമല്ലോ. അതാത് നഗറിലെ ജനങ്ങളുടെ മുന്നിൽ നീ വലിയവനാണ്, മഹാനാണ്, നിന്നെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, വലിയ സ്ഥാനം തരുന്നു, അതിലൊന്നും ഒരു കാര്യമില്ലടോ. നിനക്ക് സ്ഥാനം കിട്ടേണ്ടത് എവിടെയാണെന്നറിയുമോ? നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ ഭാര്യയുടെ മുന്നിലാ. അവിടെയാണ് നിനക്കൊരു വിലയുണ്ടാകേണ്ടത്, അവിടെയാണ് നിനക്കൊരു സ്ഥാനമുണ്ടാകേണ്ടത്, അവളാണ് നിന്നെ കുറിച്ച് പറയേണ്ടത്, അവളാണ് നിന്നെ ബഹുമാനിക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് ചോദിക്കുന്നു, ആയിഷ ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? നബിതങ്ങളെ കുറിച്ച് എന്തേ പറയാറുള്ളത്? നിങ്ങളുടെ ഭർത്താവാണല്ലോ, അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് നബിതങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയോട് ചോദിക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? കാന ഖുലുഖുഹു ഖുർആൻ. എന്റെ ഭർത്താവ് ഖുർആനായിരുന്നു, എന്റെ ഭർത്താവിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. എന്റെ ഭർത്താവ് പരിശുദ്ധമായ ഖുർആൻ എന്താണോ പറഞ്ഞിട്ടുള്ളത്
അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെയാണ് എന്റെ ഭർത്താവ് ജീവിച്ചിരുന്നത്. കാന ഖുലുഖുഹു ഖുർആൻ, എന്റെ ഭർത്താവ് ഖുർആനായിരുന്നു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ 23 വർഷക്കാലത്തെ ജീവിതം ഖുർആനായിരുന്നല്ലോ. ആ ഖുർആൻ എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞത് അതുപോലെയാണ് നിബിതങ്ങൾ ജീവിച്ചിരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് പഠിപ്പിച്ചു തരാത്ത ഏതെങ്കിലും ഒരു വിഷയം പറയാൻ ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു മുസ്ലിമിന് കഴിയുമോ? എന്റെ നിബിതങ്ങളെ ഇന്ന വിഷയത്തെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? നിബിതങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, എങ്ങനെയാണ് പള്ളി പരിപാലിക്കേണ്ടത്, എങ്ങനെയാണ് വീട് പരിപാലിക്കേണ്ടത്, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് ഒളിവെടുക്കേണ്ടത്. പടച്ചവനെ, എന്തിനാ ബാത്റൂമിനകത്ത് കയറുന്ന സമയം, ടോയ്ലറ്റിലേക്ക് കയറുന്ന സമയം ഏത് കാല് വെച്ചുകൊണ്ട് കയറണം, എന്ത് പറഞ്ഞുകൊണ്ട് കയറണം, എന്ത് കൊണ്ടുപോകാൻ പാടില്ല, എങ്ങനെ ഇരിക്കണം, എങ്ങനെ വിസർജനം നടത്തണം, എന്തുകൊണ്ട് എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്, ഏത് കാല് വെച്ചിറങ്ങണം, എന്ത് പറഞ്ഞുകൊണ്ടിറങ്ങണം, ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ്, എവിടെ ഇരുന്നാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത്. പടച്ചവനെ, ഒരു ഇൽമ പഠിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലാഹുവേ നീ ഒരു പുതിയ വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തരാത്ത ഒന്നും ഈ ദുനിയാവിലില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിമേ, ദീനനുസരിച്ച് ജീവിക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് പോലെ ജീവിക്കണേ. നബിതങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. നബിതങ്ങൾ ഖുർആൻ അനുസരിച്ചല്ലേ ജീവിച്ചത്. ഇത് പറയുമ്പോ ഹദ്ദാദിലെ ചെറുപ്പക്കാര് ചോദിക്കുന്ന ഉസ്താദേ, അല്ലാഹുവിന്റെ പ്രവാചകന്മാര് ജീവിച്ചതുപോലെ ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്മാര്, ആദരവായ പ്രവാചകൻ നബി